ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമുക്ക് ഒരു വെഡ്ഡിങ് ബ്ലൗസ് ചെയ്യാം കേട്ടോ. നമ്മുടെ കേരള ടിഷ്യൂവിൽ ഈ മോഡൽ ഒരു വർക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെഷർമെൻറ്റ് 32 ചെസ്റ്റ് അളവിന് വേണ്ടിയിട്ടാണ്. അതേപോലെ പ്രിൻസസ് കട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല വൈഡ് നെക്കായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു പേപ്പറിൽ കട്ട് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട് കേട്ടോ. മെഷർമെൻറ്റ് അനുസരിച്ച് അത് തന്നെ നമ്മൾ തുണിയിലേക്ക് വരച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും. പിന്നെ നെക്കിൻ്റെ വീതി കൊടുക്കുന്നത് അതും ഒരു പേപ്പറിൽ നമ്മൾ ചെയ്തെടുക്കുവാണ് കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. നെക്ക് 3.5 വീതിയും അതേപോലെ 6.5 ഇറക്കം എടുക്കുന്നുണ്ട്. നല്ല വൈഡ് നെക്കാണ് കൊടുക്കുന്നത്. ജസ്റ്റ് റൗണ്ടിന് വരച്ചെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ നെക്ക്. ഇത് ഫ്രണ്ട് നെക്കാണേ. ഇങ്ങനെ നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് നെക്ക് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇതേ രീതിയിൽ ബാക്ക് നെക്ക് കൂടെ ചെയ്തെടുക്കാം. 3.5 വീതിയും ബാക്കിന് 9.5 ഇറക്കവും എടുക്കുന്നുണ്ട് കേട്ടോ. വെഡ്ഡിങ് ബ്ലൗസൊക്കെ ആകുമ്പോൾ നല്ല വൈഡായിട്ടിരിക്കുന്നത് നല്ല ഭംഗി ആയിരിക്കും കേട്ടോ. അതേ രീതിയിൽ ബാക്ക് നെക്കും വൈഡായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റ് ഫ്രണ്ടും ബാക്കും. ഇനി നമ്മുടെ നെക്ക് കറക്റ്റായിട്ട് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ കട്ട് ചെയ്തെടുത്ത നെക്ക്, എന്നിട്ട് നെക്ക് കറക്റ്റായിട്ട് ഇതേ രീതിയിൽ മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഫ്രണ്ട് നെക്കാണ് ഇത്. ഇതേ രീതിയിൽ നമുക്ക് ഡാർക്ക് കളർ വെച്ചിട്ടൊന്നും വരച്ചെടുക്കാൻ പറ്റത്തില്ല, വൈറ്റ് തുണി ആയതുകൊണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിലായിരിക്കും ഫ്രണ്ട് വർക്ക് വരുന്നത്. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് മുകളിലും അതേപോലെ സെൻറ്ററിൻ്റെ അവിടെ നിന്നും ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് മാത്രമേ ഹാൻഡ് വർക്ക് ചെയ്യാവൂ. കാരണം നമ്മൾ ജോയിൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബാക്ക് നെക്കിലും ഇതേപോലെ സെൻറ്ററിൽ വെച്ചിട്ട് താഴ്ഭാഗവും സെൻറ്റർ ആയിരിക്കണം കേട്ടോ. വരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു 1/2 ഇഞ്ച് രണ്ട് സൈഡിലും ഇടുന്നുണ്ട്. പിന്നെ സ്ലീവിനും വേണ്ടിയിട്ടൊരു പേപ്പറിൽ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുത്തു. അപ്പോൾ എൻ്റെ കൈയുടെ അളവ് വരുന്നത് 9.5 കേട്ടോ. അപ്പോൾ നമുക്കൊരു 4.25 മാത്രം, 4.5 കറക്റ്റ് കിട്ടുന്നെങ്കിൽ ഒരു 1/2 ഇഞ്ച് 1/4 ഇഞ്ച് കയറ്റിയിട്ട് മാത്രം ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് മെഷർമെൻറ്റിൽ ചെയ്താൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതേപോലെ തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. സ്ലീവിന് സെൻറ്റർ മാർക്ക് ചെയ്ത് ഇതേപോലെ സ്റ്റിച്ച് പോകുന്നതിൻ്റെ ഉള്ളിലേക്ക് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് മാത്രമേ ഹാൻഡ് വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. കാണുന്ന പോലല്ല, ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഹാൻഡ് വർക്ക് ചെയ്തെടുക്കാൻ. മെഷർമെൻറ്റ് തെറ്റിപ്പോയാൽ മൊത്തത്തിൽ കുളമാകും കേട്ടോ നമ്മുടെ ഹാൻഡ് വർക്ക്. അതുകൊണ്ട് മെഷർമെൻറ്റ് എപ്പോഴും മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധയോട് മാത്രം മാർക്ക് ചെയ്തെടുക്കുക. സ്ലീവും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ താഴ്ഭാഗത്ത് എക്സ്ട്രാ തുണി വെച്ച് ഫിറ്റ് ചെയ്തിട്ട് വേണം ഫ്രെയിമിലേക്ക് ചെയ്യാൻ. ആദ്യം ഞാൻ ഫ്രണ്ട് നെക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഫ്രണ്ട് നെക്കിൽ തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുന്തൻ സ്റ്റോണ്, തിലകം, പിന്നെ ഒരു ഗോപി പോലത്തെ ഒരു സ്റ്റോൺ കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് നെക്കിൽ റൈറ്റ് സൈഡിലായിരിക്കും നമ്മുടെ ഹാൻഡ് വർക്ക് വരുന്നത് കേട്ടോ. ആദ്യം ഞാൻ ആൻറ്റിക്കിൻ്റെ ബീഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഗോൾഡിനോട് ആരും പ്രിഫർ ചെയ്യാറില്ല കേട്ടോ. എല്ലാവർക്കും ആൻറ്റിക് ബീഡ് വെച്ചിട്ട് ചെയ്യാനാണ് കേട്ടോ പറയുന്നത്. ഗോൾഡിനേക്കാളും ഒരു എന്താ പറയുക എടുപ്പ് തോന്നിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു ചില വർക്കുകളിൽ. അപ്പോൾ ഞാനും ആൻറ്റിക്കിനോടാണ് താല്പര്യം കാണിക്കുന്നത്. ഞാൻ ചെയിൻ സ്റ്റിച്ച് ഇടാത്തത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. മറ്റൊരാളായിരുന്നു സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയിൻ സ്റ്റിച്ച് കൊടുത്തേനെ. ഇപ്പം ഞാൻ തന്നെ ആയതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ചെയിൻ സ്റ്റിച്ച് ഇല്ലാതെ. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ആകുമ്പോൾ ഒരു 4-5 ലെയർ ചെയിൻ സ്റ്റിച്ച് ഇട്ട് വരുമ്പോഴത്തേനും നല്ല ടൈം എടുക്കും കേട്ടോ.
അതുകൊണ്ടാണ് ഞാൻ ആ ലെയർ കട്ട് ചെയ്തത്. ഇപ്പോൾ നമുക്ക് മെറ്റീരിയലായിട്ടല്ല ഇത് കൊടുക്കുന്നത്. മെറ്റീരിയലായിട്ടായിരുന്നു കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. മറ്റൊരാൾക്ക് നമ്മൾ കാരണം ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. ചെയിൻ സ്റ്റിച്ച് ഇല്ലാതെ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനായതുകൊണ്ട് ഞാനങ്ങ് അത് സ്കിപ്പ് ചെയ്തതേ ഉള്ളൂ. പിന്നെതാ ആ റെഡ് സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തു. ആ റെഡ് സ്റ്റോണിൻ്റെയും ചുറ്റിനും നമ്മൾ ഷുഗർ ബീഡ് ഇട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഗം ഒട്ടിച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഉണങ്ങാനായിട്ട് അല്പം ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യുന്നത് ഒരു 5 സൂചി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എന്താ പറയുക, കോർത്ത് വെച്ച് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ സൂചി വെച്ചൊക്കെ ചെയ്യുവാണെങ്കിൽ ഭയങ്കര പാടായിരിക്കും കേട്ടോ. നമ്മൾ ചെയ്ത് വീണ്ടും കോർത്ത് വീണ്ടും ചെയ്ത് വരുമ്പോഴത്തേനും. ഇത് ഇത്രയും കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻട്രലായിട്ട് ഓരോ ബീഡ്സിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ തിലകം സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ റെഫറൻസിലെടുത്ത പിക്കിലെ വൈറ്റ് ആണ് കേട്ടോ. വൈറ്റ് അല്ല, ഒരു ഗോൾഡൻ ഷെയ്ഡ് തിലകം സ്റ്റോൺ ആണ്. ഞാനിപ്പോൾ ഗ്രീനാണ് എടുത്തേക്കുന്നത്. അതും ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ അതിന് ചുറ്റിനും നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ച് തന്നെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഫ്രണ്ടിലും ബാക്കിലും സ്പ്രെഡിങ്സ് കൊടുക്കുന്നില്ല, കാരണം തേക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പിന്നെ സ്ലീവ്സിൽ ഞാൻ സ്പ്രെഡിങ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഫ്രണ്ട് നെക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വൈഡ് നെക്ക് കൂടെ ആയതുകൊണ്ട് തന്നെ നല്ല ടൈം എടുത്തു കേട്ടോ. ഞാൻ ടോട്ടൽ 13.5 മണിക്കൂർ എടുത്തിട്ടാണ് ഈ ഹാൻഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തത് കേട്ടോ. അതുകൊണ്ട് അത്ര ഈസി അല്ല ചെയ്യാൻ. ഇനിയും ബാക്ക് നെക്കിലും 2 ലെയർ ഷുഗർ ബീഡ്സ് തന്നെ കൊടുക്കുവാണ് കേട്ടോ ആദ്യം.
ബാക്ക് നെക്കും നല്ല വൈഡ് ആയതുകൊണ്ട് നല്ല ടൈം എടുത്തു.
അപ്പോൾ നമ്മൾ ബ്ലൗസ്, എക്സ്പെഷ്യലി ബ്ലൗസ് ഹാൻഡ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഫ്രണ്ടും ബാക്കും സ്ലീവും പല ഡിസൈനായി പോകാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഒരേ ഡിസൈൻ ആണെങ്കിൽ മാത്രമേ അതിൻ്റെ കംപ്ലീറ്റ് ഔട്ട്ലുക്ക് നന്നായിരിക്കും. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് മണിക്കൂറുകൾ ഇരുന്ന് ചെയ്യുന്നതല്ലേ, അത് വേസ്റ്റായി പോകരുതല്ലോ. അപ്പോൾ ഈ ഒരു ബ്ലൗസിൻ്റെ വർക്ക് ഞാൻ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ ബാലൻസ് സെക്കൻഡ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ബൈ.